നമ്മൾ കോച്ചുമാരുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാണികളുടെ ക്വാളിറ്റീസ്. അതേപോലെ ഈ ഒരു എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് എഴുതുന്ന ആളുകൾ, കാണികളായിട്ടുള്ള ആളുകൾ, അപ്പം ഇവരുടെ ക്വാളിറ്റീസിനിപ്പം അതിനെക്കുറിച്ച് എന്താണ് കോച്ചിന് പറയുന്നത്? നമ്മളൊരു സബ്ജക്റ്റ് ഞാൻ ഇതിലേക്ക് ഓർമ്മ വരുമ്പോഴേ ഒരു ഷിബു മോഹൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പേരുണ്ട്, ഒരു ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ കോച്ചുണ്ട്. ഒരു NBA സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് US പോയ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കോച്ച് എന്താണ് പ്രധാന വ്യത്യാസം? പ്രധാന വ്യത്യാസം പറഞ്ഞ കൾച്ചറാണെന്ന് പറഞ്ഞു. സ്പോർട്ടി കൾച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് സാധനം കത്തി എന്താണ് സ്പോർട്ടി കൾച്ചർ. അപ്പോൾ ഇതൊരു കൾച്ചറിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഒരു കൾച്ചറിൻ്റെ ഒരു കൾച്ചറാണ് ഈ സാധനം. അപ്പോൾ ഇത് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രസകരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ടീമിനെ തെറി വിളിക്കുക അല്ലെങ്കിൽ ചാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കൾച്ചറല്ല നമ്മൾ ഫോളോ ചെയ്തത്. എൻ്റെ ഫിലോസഫി ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യണം. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൾച്ചറിനെ അപ്രോച്ച് ചെയ്യണം. ഈ കൾച്ചർ, ഈ 360 കൾച്ചറിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കോച്ചുമാർ, കളിക്കാർ, കാണികൾ, ജേർണലിസ്റ്റുകൾ. ഇവരെല്ലാവരും ഡെവലപ്പ് ആകുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ ജേർണലിസ്റ്റിൻ്റെ ഭാഗം എന്താ വെച്ചാൽ ജേർണലിസ്റ്റുകൾ ഭയങ്കര ഹൈപ്പ് ചെയ്ത് എഴുതലല്ല ജേർണലിസ്റ്റുകളുടെ പണി. ജേർണലിസം എന്ന് പറയുന്നത് ഒരു കോച്ചിനേക്കാൾ അല്ലെങ്കിൽ കോച്ചിൻ്റെ ഇക്വലൻ്റ് അറിവുള്ളവനായിരിക്കണം. ഇപ്പം നമ്മളൊരു ചോദ്യം, ഇപ്പം ഞാൻ ഒരു നാളെ 4-5-1 എന്ന് പറഞ്ഞ ഫോർമേഷൻ കളിക്കുന്നു, ഞാനൊരു നമ്പർ 1 സ്ട്രൈക്കർ, നമ്പർ 9 സ്ട്രൈക്കർ സിംഗിളിൽ ഇറക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ 4-4-2 കളിക്കുന്നില്ല, ഓപ്പോസിറ്റ് ടീം 3, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജേർണലിസ്റ്റുകൾ വേണം. ഓക്കെ. അപ്പോൾ എന്താവും, അപ്പോൾ കോച്ച് പ്രിപ്പറേഷനാവും. കാരണം എന്നോട് ചോദിക്കാൻ വരുന്നത് വളരെ ഇൻ്റലിജൻ്റായ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഈ ജേർണലിസ്റ്റ് വഴിയാണ് പല കാര്യങ്ങളും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ജേർണലിസ്റ്റ് വഴിയാണല്ലോ ഈ കോച്ചിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ ഇൻഫർമേഷൻ പൊതുസമൂഹം അറിയുന്നത്. അപ്പോൾ കാണികൾ കളി ജയിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കളിയെ ആസ്വദിക്കുക എന്ന് പറയുന്നൊരു തലമുണ്ട്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ആ കളി എന്തുകൊണ്ടാണ് നമ്മൾ പ്രീമിയർ ലീഗ് കാണുന്നത്? ഇപ്പോൾ 5-0 നിന്ന കളി നമ്മൾ കാണും. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് നമ്മുടെ സന്തോഷം കിട്ടുന്നുണ്ട്. അതേസമയം ഒരു നമ്മുടെ ISL ഒരു 3-0 മാച്ച് പിന്നെ നമ്മൾ കാണില്ല. ഈവൻ നമ്മുടെ സ്വന്തം ടീമിൻ്റെ ആണെങ്കിൽ പോലും കാണില്ല. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പം അവിടെയാണ് നമ്മൾ നമ്മുടെ അക്കാഡമിനെ കണക്ട് ചെയ്യുന്നത്. നമ്മളൊരു 100 കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ 10 കുട്ടികൾ നാളത്തെ കോച്ചായി വരാം, 10 കുട്ടികൾ നാളത്തെ ജേർണലിസ്റ്റായി വരാം, 10 കുട്ടികൾ നാളത്തെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വരാം. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ബേസിക് ഇൻഫർമേഷൻ ചെയ്ത് അവരുടെ ജോലിയിൽ ബ്രില്യൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ മിക്കവാറും, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ സീനിയർ ജേർണലിസ്റ്റിനായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ മകൻ ഞാൻ ജേർണലിസ്റ്റാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു ജാലി കോച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ജോബ്. എന്താണ് ഡിഫിക്കൽട്ട്? നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിലനിൽപ്പില്ലാത്തത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ജേർണലിസ്റ്റ് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും പ്രോപ്പറാണ്, അത് ഡിമാൻഡ് ചെയ്യപ്പെട്ട സാധനമാണ്, നിങ്ങൾ നിലനിൽക്കും. അതിന് കുറച്ച് കാലതാമസം വരുന്നുള്ളൂ. അപ്പോൾ ജേർണലിസം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുക, ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുന്നിൽ കാണുന്ന ജേർണലിസം. അങ്ങനത്തെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടാ എന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ 1-2 ആളുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം നമ്മൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഹോട്ട് സബ്ജക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനെ വിൽക്കാനാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി. എല്ലാ ആൾക്കാരും വിളിക്കും. അതിനെ ലിഫ്റ്റ് ചെയ്യാൻ ആരും നോക്കണില്ല. ഞാൻ പറഞ്ഞത് വേറെ ആംഗിളിലാണ്. വിൽക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം മനോരമ, എല്ലാ ആൾക്കാരും ഇതിനെ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാനൊരു യൂട്യൂബറാണ്, എനിക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി ഉണ്ടാകുമ്പോൾ ഒരു 10 വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ട് അതിൽ. പക്ഷെ ഞാനത് ചെയ്യാത്തത്, ഞാനതിന് റെഡി ആവാത്തത്. ചിലപ്പോൾ നാളെ ഞാനും അത് തന്നെ ചെയ്യായിരിക്കും. അത് ചെയ്യേണ്ടെന്നല്ല, പാർട്ട് ഓഫ് ദി നമ്മൾ ചെയ്യേണ്ടി വരും. എക്സാക്ട്ലി. പക്ഷെ നമുക്ക് എക്സാക്ട്ലി. പക്ഷെ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കണ്ടന്റും ആളുകളിലേക്ക് എത്തില്ല.
അല്ല നമ്മൾ വിചാരിക്കുന്ന കണ്ടന്റ് ലേറ്റർ നമുക്ക് പാസ് ചെയ്യാൻ പാസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചാനൽ കൂടെ പോയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് ലേറ്റർ ഓൺ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. കാരണം നിങ്ങൾക്ക് സ്വീകാര്യത കിട്ടും, നിങ്ങൾ ആ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് പോവും, നല്ലൊരു സ്ട്രാറ്റജിയാണ് എത്തും. ഇപ്പം നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞപ്പോൾ പറയണം, ഈ ഉക്കോമനോവിച്ച് എന്ന് പറഞ്ഞ കോച്ച് ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ ഇവർ കപ്പെടുത്തില്ലെങ്കിലും കലിപ്പ് അടക്കിയില്ലെങ്കിലും ഹീസ് എ സക്സസ്ഫുൾ പേഴ്സൺ. എൻ്റെ ആസ് എ കോച്ച് എൻ്റെ ആംഗിൾ. കാരണം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അയാൾ പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുക്കുന്ന രീതി, അയാൾ യൂത്ത് പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്ന രീതി, ഐമിനൊക്കെ പ്ലേസ് ചെയ്ത, അതേ പറഞ്ഞത് വളരെ കുറച്ച് ഫണ്ടിനാണ് ആ പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ നിരന്തരമായ ഒരു ലെവലിൽ കളിക്കുന്നു. അതാരാണ് കൊടുക്കുക? അതിൻ്റെ ബാക്കിൽ ഇയാൾ മാത്രമാണ്. ഇയാൾ മീൻസ് അയാളാണ് അത് ലീഡ് ചെയ്യുന്നത്. കോർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത് വന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഞാൻ ബ്ലാസ്റ്റേഴ്സ് സക്സസ് ആണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഇയാൾ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് സക്സസ് ടീം എന്നാണ് ഞാൻ പറയാം. പക്ഷെ ഒരു ശരാശരി കാണിക്ക് കപ്പ് ലിഫ്റ്റ് ചെയ്താലാണ് സക്സസ് ആവുള്ളൂ. ഇവിടെയാണ് നമ്മുടെ പ്രീമിയർ ലീഗിലെ കാണികളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളെ ടീമിനെ നിങ്ങൾ എൻഡ് ഓഫ് ദി ലീഗ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ജയിച്ചാലും തോറ്റാലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാനേജ്മെൻറ്റിനോ ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു ഫോഴ്സും കൂടി ആയിരിക്കണം. എന്ത്? പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അവിടെയാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഡെവലപ്പ് ആവണം. അല്ലാണ്ട് ഫോറിൻ പ്ലേയേഴ്സ് വന്നിട്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ട്, ഫോറിൻ പ്ലേയേഴ്സ് ഓഫ് കോഴ്സ് വേണം, അതിൻ്റെ കൂടെ നമ്മളൊരു ലിഫ്റ്റിംഗ് കൂടി നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ലിഫ്റ്റ് ചെയ്യണം. എന്താണ് സ്റ്റീവ് മാക്ക് പറഞ്ഞത്? എവിടെയാണ് ഒരു ISL ടീമിൽ നമ്പർ 9 ഇന്ത്യൻ സ്ട്രൈക്കറുള്ളതെന്ന് ചോദിച്ചു. ചോദ്യം റെലവൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എങ്ങനെ വേറെ ഞാൻ സുനിൽ ഛേത്രി അല്ല പിന്നെ ആരെ ഞാൻ കളിപ്പിക്കും? കാരണം എല്ലാവരും ചോദിക്കുകയാണ് ഛേത്രിയുടെ റീപ്ലേസ്മെന്റ് ആരാന്ന് എല്ലാവർക്കും അറിയണം. പക്ഷെ അതിലേക്ക് വെക്കേണ്ടുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ച് ആരും പറയുന്നില്ല, ഒന്നും മിണ്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു KPL വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് കേരള പോലീസിൻ്റെ ഒരു പ്ലെയർ എന്ന് സജീഷ് അങ്ങനെ എന്തൊരു പ്ലെയർ പറഞ്ഞപ്പോൾ അത് കേരള യുണൈറ്റഡിൻ്റെ കോച്ചാണ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഉടനെ ഞാൻ ആ പ്ലെയറെ കളിയുണ്ട്. ഞാൻ ആ പ്ലെയറെ കൂടെ കളിക്കുന്ന ഒരു പ്ലെയറെ വിളിച്ച് ഒരു 3/4 മണിക്കൂർ ഡിസ്കഷൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ രീതി. കാരണം ഞാൻ ആ ഓരോ ആളും അറിയാതെ അവരെ പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ എല്ലാ ഞാൻ പറഞ്ഞ് എനിക്ക് വല്ല അസൈൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പ്ലെയറെ വിളിക്കും. മുസ്തഫക്ക് ഞാൻ പറഞ്ഞ പോയിന്റ്. കാരണം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അസൈൻമെൻറ്റിന് പറ്റിയ പ്ലെയർ ആണോ എന്ന് അറിയാനാണ് ഞാൻ ഈ ഡീറ്റെയിൽ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നമ്പർ 9 സ്ട്രൈക്കർ കളിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ കുറേ ഗോൾ അടിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിങ്ങൾ ആപ്റ്റാണെങ്കിൽ മാത്രമേ വിളിക്കും. അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുള്ളൂ ആസ് എ ടീം. മറ്റേ നിങ്ങൾ ഇൻഡിവിജ്വലി കളിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടൻറ്റും സാധനങ്ങളും ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ കാണികൾ, പത്രപ്രവർത്തകർ, കോച്ചുമാർ ഇവരെല്ലാവരും ഡെവലപ്പ് ആവുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ആവുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റ്. നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ഉണ്ടാക്കി, ക്വാളിറ്റി പ്രോസസ് ഇല്ലെങ്കിൽ എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അല്ല, അതിന് എക്സാമ്പിൾസ് ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഫുട്ബോളിൽ കളങ്ങുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇഷ്യൂ അല്ല, അതിൽ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, പിന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണോ വേണ്ടെന്നില്ല, രാജ്യത്തിന് വേണമെങ്കിലാണ് അതിൻ്റെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല ഡിമാൻഡ് ഉണ്ട്. ശരിക്കും വിൽക്കാം, ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ വിൽക്കാം. പക്ഷെ അത് പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രോപ്പർ സ്ട്രക്ചർ. ഇപ്പം ഞാൻ ഇതിനെ പറഞ്ഞ സമയത്ത് ഓർത്തത് കേട്ടോ, എന്തുകൊണ്ടാണ് നല്ല കോച്ചുമാരില്ലാത്ത, എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് കോച്ചുമാർ പരാജയപ്പെടുകയും വളരെ റയറസ്റ്റ് പീസ് കോച്ചുമാർ വന്ന് ഇംഗ്ലണ്ട് ഭരിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു ചോദ്യമാണ്. കാരണം കോച്ചിങ് എബിലിറ്റി. ഇപ്പം എന്നെ UFC ലൈസൻസ് പഠിപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിച്ച പഴയൊരു റിക് എന്ന് പറഞ്ഞൊരു കോച്ചാണ് എന്നെ റീസെൻ്റ്ലി പഠിപ്പിച്ചത്. അപ്പോൾ അയാൾ പെപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോണ്ടല്ലോ, ഇറ്റ്സ് എ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അവർ സംസാരിക്കുന്നത്. കാരണം അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് കോച്ചിങ് എബിലിറ്റി. നിങ്ങളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഓൺ ഐഡിയാസ്, ഇത് നമുക്ക് പിടിക്കും. അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലെ എല്ലാ കോച്ചുമാരും എക്സലൻ്റ് ആവണ്ടേ? ഞാനിത് പറഞ്ഞപ്പോഴാണ് പെപ്പിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പെപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്ലേയേഴ്സിൽ ഒരു മാനേജർ വരികയാണെങ്കിൽ, നിങ്ങൾ കോച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒരു മാനേജർ വരികയാണെങ്കിൽ ആരായിരിക്കും ഒരു നല്ല മാനേജർ? അപ്പോൾ പെപ്പ്
പറയുന്നുണ്ട് ഗോണ്ടോഗാൻ കൊണ്ടുപോകാൻ ഒരു നല്ല മാനേജർ സാധ്യത ഉണ്ട്. സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അയാളുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആ പ്ലെയർ ഗ്രൗണ്ടിൽ കളിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അയാളുടെ സിസ്റ്റം, അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം ആ കോച്ച് അല്ലേ. വളരെ ബ്രില്യൻ്റ്. അത് മത്സരം എന്താ ഇപ്പം ഇപ്പം ഞാനും ഇപ്പം നമ്മളും ഓരോ പെപ്പ് പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ കേരള പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്യുന്നു, ഒക്കെ സെയിം ആസ് എ കോച്ച് സെയിം ആണ്. ക്വാളിറ്റി ഓഫ് ഗെയിം മാറുന്നുള്ളൂ. നമ്മളും ഒരേ ഗ്രൗണ്ടിൽ കളിക്കുന്നു, 11 കളിക്കാർ, അപ്പോൾ വർക്ക് ചെയ്യുന്ന രീതികൾ സെയിം ആണ്. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ ഇതേപോലെയാണ്, നമ്മൾ ഞാൻ ചില പ്ലേസിന് പറയും നിങ്ങൾക്ക് കോച്ചിങ് എബിലിറ്റി ഉണ്ട്. കാരണം ഞാൻ ചില സമയത്ത് എൻ്റെ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ട് സീനിയേഴ്സിനെ ഏൽപ്പിച്ച് ഞാൻ മാറി നിൽക്കും. ഓക്കെ, ചിലപ്പോൾ ഒന്ന് ഒരു കോച്ചിൻ്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണം. അതെ, ഒന്ന്. 2 ഇവരെ ചെക്ക് ചെയ്യും ഞാൻ. അപ്പോൾ എൻ്റെ കുറച്ച് ജോലിഭാരം കുറച്ച് കുറയും. കാരണം ഞാൻ സത്യസന്ധമായി പറഞ്ഞ് ചിലപ്പോൾ കമാൽ സാഹിബൊക്കെ എൻ്റെ ക്യാമ്പ് കണ്ടാൽ വിചാരിക്കും ഇയാൾക്ക് ഭ്രാന്താണ് തോന്നുന്നു. കാരണം അത്ര ഇൻറ്റൻസിലാണ് നമ്മളവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ട്രെയിനിങ് സെഷൻസിൽ ഒരു പിഴ പോലും ഞാൻ പൊറുക്കില്ല. ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്ലേസിനായിട്ട്. അതേസമയം മാച്ചിൽ ഞാൻ ഭയങ്കര സൈലൻ്റായിട്ട് ഞാൻ അവരെ സപ്പോർട്ടീവായിട്ട് നിൽക്കും. ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് വേർഡ് പറയുകയോ അല്ലെങ്കിൽ പ്രഷർ ചെയ്യുകയോ ചെയ്യില്ല മാച്ചിൽ. അതേസമയം ഇൻറ്റൻസ് ട്രെയിനിങ്ങിൽ ഞാൻ ഭയങ്കര ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷറാണ്. അപ്പോൾ ചില വർക്കൗട്ടുകൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും ഇവരുടെ കയ്യിൽ. ചിലപ്പോൾ വാമിങ് അപ്പിൻ്റെ ഡ്രിൽസ് ആയിരിക്കും, ചിലവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അവരെ വിളിക്കും, നിങ്ങൾക്ക് ഇന്ന എബിലിറ്റി ഉണ്ട്, ഇത് കഴിഞ്ഞ് കോച്ചിങ് ലൈസൻസിന് പോകണം, ഞാൻ നിങ്ങൾ ഗൈഡ് ചെയ്യാം. ഇപ്പോൾ എന്നെക്കാളും മേലുള്ള ഞാൻ കോച്ചിങ് ചെയ്ത കുട്ടികൾ എന്നെക്കാളും വലിയ ലൈസൻസിൽ പല സ്ഥലത്തും ഇപ്പോൾ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരി. കാരണം അവർക്ക് ആ എബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും ഈ ഒരു കോച്ച് എന്നുള്ള നിലക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം അവരുടെ കരിയറിനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളെ ഉപയോഗിച്ചിട്ട് അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ ആളാവലല്ല വേണ്ടത്. ഞാൻ എൻ്റെ ഫിലോസഫി പറയും. അതേസമയം സക്സസ് വേണം. നമ്മൾക്ക് ഫണ്ട് ഇറക്കുന്ന മാനേജ്മെൻറ്റിനോട് നമുക്ക് നീതി വേണം. നീതി ഇപ്പോൾ ഒരു ബേസിക്കലി FC തൃശ്ശൂരിൻ്റെ ഓണർ ജെയ്സൺ സാറ് ഖത്തറിൽ നിന്ന് ഫണ്ട് ഏകദേശം എത്ര കോടിയാണ് മൂപ്പരെ കയ്യിൽ നിന്ന് ചിലവായെന്ന് ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിൽ പോയെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അയാൾക്ക് കിട്ടിയില്ല 65,000 രൂപയാണ് പ്രൈസ് മണിയായിട്ട് കിട്ടിയത്. പക്ഷേ അയാളോട് ഞാൻ നീതി പുലർത്തിയിരുന്നു. കാരണം മാക്സിമം പിന്നെ ചിലവ് ചുരുക്കി. നമ്മളെപ്പോഴും ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ സ്ഥലം കുഴിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ കുഴിച്ചിട്ട് ശീലമില്ല എന്നും പറഞ്ഞു. അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ അയാളുടെ കാശിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ഡിമാൻഡ് ചെയ്യും. നിങ്ങളൊരു സക്സസ് ആയ കോച്ച്, നിങ്ങൾ ഫസ്റ്റ് കൊല്ലം നിങ്ങൾ വളരെ ഷോർട്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ KPL റണ്ണറപ്പായ കോച്ചല്ലേ, നിങ്ങൾ ഡിമാൻഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞു അത് അയാൾ അധ്വാനിക്കുന്ന കാശ് അയാൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫുട്ബോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ ഒരു കള്ളപ്പണക്കാരനല്ല. അയാൾ വലിയൊരു ബിസിനസ്സുകാരെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിനോട് എനിക്ക് നീതി പുലർത്തണം. നാളെയും അയാൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനായിട്ട് അയാളുള്ളത്. അപ്പോൾ ഞാനുണ്ട് ആ സമയം കോച്ചുമാരെ അറിയേണ്ട ഒരു സംഭവം ഞാൻ പറയുന്നത്, KPL ഞാൻ റണ്ണറപ്പ് ആകുമ്പോൾ എൻ്റെ 3 മാസത്തിന് എൻ്റെ സാലറി 10,000 രൂപയെ. ഇപ്പം ഈ വളർന്നു പറഞ്ഞ കോച്ചുമാർ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം 3 മാസത്തിന് അപ്പോൾ 3,000 രൂപക്കാണ് ഒരു മാസം ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ആ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി സ്വയം വിശ്വാസം വേണം, തിരിച്ചറിയണം. ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ കോച്ചിങ്ങിൽ, നിങ്ങൾ വാ. ഇപ്പം ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് ഒരു ഉദാഹരണത്തിന് പറയും, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ അക്കാഡമിയിൽ. എൻ്റെ നാട്ടിലത്തെ റെസിഡൻഷ്യൽ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയാൽ മതി. ഒരു എക്സ്പീരിയൻസും വേണ്ട. പക്ഷെ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം, 24 മണിക്കൂർ ഇതിൻ്റെ പിന്നാലെ ചിന്തിക്കണം. നിങ്ങളുടെ പിന്നാലെ സക്സസ് വരും. ഞാൻ ഒരു ഡിമാൻഡും വെക്കണില്ല. ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഓപ്പണിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളവിടെ വർക്ക് ചെയ്യും. ഞാൻ ജസ്റ്റ് പാസ്സായാൽ മതി. എത്രയാണോ എൻ്റെ മിനിമം മാർക്ക് അതിൽ പാസ്സായാൽ മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബേസിക് ഐഡിയ മതി. പിന്നെ ഞങ്ങൾ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട്. കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടി അപകടമുള്ളൊരു മേഖലയാണ്. അതല്ല നമുക്കതറിയാം. കാരണം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റും എൻ്റെ ഗൈഡ് ചെയ്യുന്ന ആൾ ജിജി ഡോക്ടർ മറ്റേ ഫിസിയോതെറാപ്പി ജിജി സാറാ, ഇന്ത്യൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ്.
എനിക്ക് നിരന്തരം ഞാൻ ബന്ധപ്പെടുന്ന ആളാണ്. അപ്പം നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ചാനൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ട്രാക്കിലേക്ക് ട്രാക്കിലുണ്ട്. കയറ്റി അപ്പം നിങ്ങൾ വരേണ്ടത് നിങ്ങളോട് വർക്ക് ചെയ്യില്ല, നിങ്ങൾ സാലറി ചോദിക്കരുത് ആദ്യം, നിങ്ങൾ വർക്ക് ചെയ്യൂ. അപ്പം നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു മനുഷ്യന് പൈസ വളരെ അത്യാവശ്യമാണ്. അതെ അതെ, അതില്ലെങ്കിൽ എത്ര ഫിലോസഫി ഉണ്ടായിട്ടും കാര്യമില്ല, അതെ അല്ലേ? അപ്പോൾ അത് വരും. അപ്പം നിങ്ങളൊരു ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബാച്ചിലർ കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ബേസിക്കലി ഒന്നും വലിയൊരു ഡിമാൻഡൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോച്ചുമാരോട് പറയുന്നത്, നിങ്ങൾ നിരന്തരം വർക്ക് ചെയ്യൂ, നിങ്ങളെ വിശ്വസിക്കൂ, നിങ്ങൾ വർക്ക് ചെയ്യൂ, പഠിക്കൂ, മനസ്സിലാക്കൂ, നിങ്ങൾ സ്വയം വഞ്ചിക്കാതിരിക്കൂ. അത് ഏത് ഫീൽഡിലാവട്ടെ, അല്ലേ? ഏത് ഫീൽഡിലാവട്ടെ.